അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ ഇപ്പൊ എഴുന്നേൽക്കുന്നുല്ലേ? സാധാരണ മക്കളെ കണ്ടാൽ മാതാപിതാക്കൾ എഴുന്നേറ്റ് നിൽക്കാറില്ല. പക്ഷെ ഈ കുട്ടിനെ കണ്ടപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്നു. അള്ളാഹു ആഫിയത്തും ആരോഗ്യം അള്ളാഹു തരട്ടെ. കയ്യിലും കാലിലും അള്ളാഹു ആഫിയത്ത് തരട്ടെ. ഒരു മൂലയിൽ കിടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരു അവസ്ഥ ഖാലിഖായ പടച്ചറബ് തരാതിരിക്കട്ടെ. കയ്യിലുള്ള ആഫിയത്ത് തരട്ടെ, കാലുള്ള ആഫിയത്ത് തരട്ടെ. നമ്മളെ നരമ്പിലോടുന്ന രക്തമുണ്ട്, എന്തെങ്കിലും വൈറസുകൾ ഉണ്ടെങ്കിൽ അതും അള്ളാഹു ശിഫയാക്കി തരട്ടെ. മാംസത്തിൽ വല്ല രോഗം അള്ളാഹു ശിഫയാക്കി തരട്ടെ. കുറെ നേരം നിങ്ങളിങ്ങനെ അല്ലേ സലാത്തുൽ ഫാത്തിഹ ഇങ്ങനെ ചൊല്ലുന്നു. അള്ളാഹു സലാത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് സന്തോഷം അള്ളാഹു തരട്ടെ കേട്ടോ. കസാല ഗ്യാപ്പിടാൻ പാടില്ല. അങ്ങനെ അങ്ങനെ ഇരുന്നാല് കസാല ഗ്യാപ്പിടാൻ പാടില്ല. മുന്നേക്ക് ഇരിക്കും. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് പറയും സഫ് ക്ലിയർ ആക്കണം. എന്താ അവിടെ ഈ പോലീസ് വന്നിരിക്കും അല്ലെ? എന്റെ കൂടെ നിങ്ങൾ 3 ഫാത്തിഹ ഓതണം. എന്റെ കൂടെ 3 ഫാത്തിഹങ്ങൾ ഓതണം. എന്റെ കൂടെ 3 സലാത്തുകൾ ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സലാത്തിന്റെ ബറക്കത്ത്. അപ്പൊ നിന്നിട്ട് ചാവടിക്കണം. പോലെ അവിടുന്ന് എന്താ പെണ്ണെ നിന്നിട്ട് ചായ കുടിച്ച് അസുഖം ഉണ്ടാകും. ഈ വയസ്സായ ആൾക്കാർക്ക് സീറ്റ് നീച്ചു കൊടുക്കണ്ട പെണ്ണെ. ഇനി എന്താണ് വയസ്സത്തികൾ എഴുതിയേക്കണ കസാല അടിമിമാരൊക്കെയാണ് ഇരിക്കണേ. നിങ്ങൾ വയസ്സായ ആൾക്ക് സീറ്റ് നീച്ചു കൊടുക്കും. അപ്പോ ഒരുപാട് വിഷമുണ്ടല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ വന്നത്. അല്ലെങ്കിൽ വരുമോ? മലയാളം മലയാളം അറിയില്ല. അവന്റെ കൂടെ നിങ്ങൾ 3 സ്വലാത്ത് ചൊല്ലണം. അതിലൊന്നാമത്തെ സ്വലാത്ത് അല്ലാഹു നമ്മളെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരാൻ. ഇനി ഒരു വിഷമം അല്ലാഹു തരാതിരിക്കട്ടെ. രണ്ടാമത് രോഗം തന്ന് അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. രോഗം ഒരു പ്രശ്നമാണ്. രോഗം പൊന്നാൾ നിങ്ങൾ കേൾക്കണോ? ഒരു കാക്കന്റെ അടുത്ത് വന്നു, ഒരു താത്തയും വന്നു. ഇങ്ങോട്ടേക്ക് ഞാൻ ഒന്നും കാട്ടൂല. ഇങ്ങോട്ട് വരും ഇവിടെ നിൽക്കും. അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞു തരണം. എന്താ ചെയ്യാ? ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വാടോ. എങ്ങനെ ഇങ്ങോട്ട് വരാ? ഹിന്ദി പറയാം. വയസ്സായ ആൾക്ക് ഒന്ന് സീറ്റ് നീച്ചു കൊടുക്കണം. ഒന്ന് നീച്ചു കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്ങനെ? നമുക്ക് ഉമ്മല്ലേ? നമുക്ക് എന്താ ചെയ്യാ? കസാലയുടെ സ്ഥലമല്ല വെക്കാം. കസാല ഉണ്ടാടെ? കസാലയില്ല, സ്ഥലമില്ല. അപ്പോ വയസ്സായിരിക്കും മാഷാ അല്ലാഹ്. പ്രായമുള്ള അന്ന് നീച്ചിരിക്കല് വയസ്സായിട്ട് സീറ്റ് കൊടുക്കും. അതൊരു ബറക്കത്തല്ലേ അല്ലേ? നമുക്ക് ഉമ്മ ഉണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. പെണ്ണെ ഒരു സ്നേഹമില്ലാത്ത സാധനം. ഈ പെണ്ണ് ആൾക്ക് വയസ്സായി അങ്ങനെ നീച്ചു കൊടുക്കും. അള്ളാഹു ബർക്കത്ത്. അപ്പൊ എന്റെ കൂടെ ഇങ്ങനെ 3 സ്വലാത്ത് ചൊല്ലണം. അപ്പോ 2 ആളിനെ അടുത്ത് വന്ന് കണ്ടു. എന്നോട് പറഞ്ഞതിന്റെ ഭാര്യയാണ്. ഒരു കാക്ക പറ കേട്ടോളെ. അള്ളാഹു രോഗം തന്നെ അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. ഒരാൾക്കും അള്ളാഹു നമ്മളെ ബാധ്യതയാക്കാതിരിക്കട്ടെ. ഒരു കാക്ക പറയാണ് ഇതിന്റെ ഭാര്യയാണ്. 6 കൊല്ലായിട്ട് ഡയാലിസിസ് ചെയ്യാണ്. കണ്ടാ താത്താൻ ഒരു കുഴപ്പമില്ല. എന്നോട് പറയാണ് ഡയാലിസിസ് ചെയ്യാണ്. 3 വർഷം ഇൻഷൂർ കാർഡ് ഉണ്ടായിരുന്നു. 1 വർഷം മഹല്ലു സഹായിച്ചു. ഇപ്പൊ എന്തില്ല, ഡയാലിസിസ് ചെയ്യാൻ ഒരു വഴിയില്ല, ഗതിയില്ല, വിഷമത്തിലാത്ത പാപ്പ. നിങ്ങൾ ദ്വാരിക്കണം എന്നായിരുന്നു. പെണ്ണുങ്ങളുണ്ട്, കാക്കയുണ്ട്. ഞാൻ ദ്വാരിക്കാന്ന് പറഞ്ഞു. ആ പെണ്ണുങ്ങൾ കുറച്ചുകൊണ്ട് മാറുന്നപ്പോ കാക്ക പറയാണ് ഓള് മരിക്കാൻ നിങ്ങൾ ദ്വാരിക്കുന്നു. ഇതൊക്കെ ആ പെണ്ണ് കേട്ടു. ഒരൊറ്റ നിലവിളി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹിനോട് ദ്വാരിക്കണം. ഒരാൾക്കും നമ്മൾ അള്ളാഹു ബാധ്യതയാക്കാതിരിക്കട്ടെ അല്ലേ? ഒന്ന് ആലോചിച്ചാണ്. ഒരാൾക്കും നമ്മളെ എത്ര കുറെ കഴിയുമ്പോ എല്ലാവർക്കും മടുക്കൂലേ? എത്ര സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു മകന് വന്നിട്ട് പറഞ്ഞു എന്റെ ഉമ്മ മരിക്കാൻ ദ്വാരിക്കണം. ഞാൻ കുറെ ചീത്തായിരുന്നു. എന്റെ ഉമ്മ, ഒരു മകന് ഒരു 30 വയസ്സുണ്ടാവും. ഒരു ഉമ്മ വന്നിട്ട് പറയാം എന്റെ മകന് മരിക്കാൻ നിങ്ങൾ ദ്വാരിക്കണം. ഞാൻ കുറെ ചീത്തറിന് അവസാനം എന്നോട് പറയാം. എന്താ അറിയോ? എന്റെ അമ്മ 4 വർഷമായി സ്റ്റോക്ക് വന്നിട്ട് കിടക്കുക.
കാഷ്ടവും മൂത്രമൊക്കെ അവിടെ തന്നെ തേക്കുക. കാഷ്ടവും മൂത്രമൊക്കെ അവിടെ തന്നെയാണ്. ഒരുപാട് പണിക്കാർ നിർത്തി, ആരും ഇന്നില്ല. പണിക്കാരും മേത്തത് ഇങ്ങനെ തേക്കാണ്. അല്ലാഹു കാക്കട്ടെ. 4 പെണ്ണ് കെട്ടി 4 ആളും പോയി. ഇപ്പത്തെ അവസ്ഥ മോശം. ഒരു മൂലയിൽ കിടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരു അവസ്ഥ റബ്ബ് വരുത്താതിരിക്കട്ടെ അല്ലേ. പിന്നെ കൂടെ 3 ഫാത്തിഹ 3 സ്വലാത്ത് കേട്ടോ. അതിൽ ഒന്നാമത്തെ സ്വലാത്ത് നമ്മളെ വിഷമങ്ങൾ അല്ലാഹു മാറാൻ, ഇനി ഒരു വിഷമം അല്ലാഹു തരാതിരിക്കട്ടെ. രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ. ആർക്കെങ്കിലും മാരകമായ രോഗം തന്നിട്ടുണ്ടെങ്കിൽ ആ രോഗം അല്ല ശിഫയാക്കി തരട്ടെ. മൂന്നാമതും ഒരു സ്വലാത്ത് നമ്മൾ മൂന്നാമതും ഒരു സ്വലാത്ത് ചൊല്ലും. അല്ലാഹുവേ, മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിന്റെ പച്ചക്കുപ്പ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണല്ലോ. പോയവർക്ക് ഇനിയും പോകാനുള്ള ഭാഗ്യം നൽകണല്ലോ. ഈ വിനീതന്റെ കൂടെ എത്ര പേരാണ് ഉംറയ്ക്ക് വന്നിട്ടുള്ളത്? ആ പച്ചക്കുപ്പ നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നബിയെ, അവിടുത്തെ പേരെക്കുട്ടി ആയിരക്കണക്കിന് കൂടെ പറപ്പികളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ പച്ചക്കുപ്പ നോക്കി ഞാൻ പറയാറുണ്ട്, നാളെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് എന്റെ കൂടെ പറപ്പിങ്ങൾക്ക് അല്ലാഹു നൽകട്ടെ. ഇപ്പോഴും 90ന്റെ അടുത്ത ആളുകളായിട്ട് പോയി. ഡിസംബറിലും ഏകദേശം ആളായി. അന്നത്തെ നേമത്ത എപ്പോ പോകുമ്പോൾ ഇഷ്ടംപോലെ ആളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെറുതെ ആക്കാതിരിക്കട്ടെ. ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോയി കോഴിക്കോട് എയർപോർട്ടിൽ നമ്മൾ ഫ്ലൈറ്റ് കയറി ജിദ്ദയിൽ നമ്മൾ ഇറങ്ങി, നമ്മൾ മക്കത്ത് പോയി ഉംറ ചെയ്തു. ഉംറ സ്വീകരിച്ചിക്കണോ ഇല്ല അള്ളാഹ്ക്ക് മാത്രം അറിയില്ലേ. നമ്മൾ സഹി ചെയ്യുന്നുണ്ട്, ഉംറക്ക് പോരല്ലേ കൂടുതല് സഹി ചെയ്യുന്നുണ്ട്. സഹി ഒരുപാട് സംശയങ്ങൾ വരും. തവാഫ് ചെയ്യുന്നുണ്ട്, ചില ആൾ ഉള്ളവും ഒരു പഠിച്ചോനെ എന്റെ ഉംറ സ്വീകരിച്ചിക്കണോ, അത് അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് നൂറെ ഹബീബിന്റെ മുത്തുമണികള് എന്റെ കൂടെ ഉംറ വന്നവർക്ക് എല്ലാ ദിവസവും ഫാത്തിഹ ഓതുന്നത്. നാളെ പടച്ചറപ്പ് ചോദിക്കാൻ പാടില്ല, പറ്റുമോ? അപ്പൊ കുറെ ഫാത്തിഹ ഓതും, ഒരു ഫാത്തിഹ അല്ലാഹു സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും 3 ഫാത്തിഹ ഓതണം. ഇലാ ഹദറത്തു നബിയനാ മുഹമ്മദിൽ മുസ്തഫ വറബ്ബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أمة القرار وإلى حضرة سعد بن معاذ وإلى حضرة خالد بن وليد وإلى حضرة القرنين وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة السيد أحمد جلالة البخاري كاتب بابا وإلى حضرة كانرمة فريد ولي الله وإلى حضرة غرامة بابا وإلى حضرة فاطمة بيبي. مرحبا مرحبا الله لأولياءك مرحبا. إلى حضرة بالغ السيد عتبيبي وإلى حضرة بالغ السيد بهك النبيبي. مرحبا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ, ഖബൂലാക്കണല്ലാഹ്. ഇനി 3 സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. ആ 3 സ്വലാത്തും അല്ലാഹുവേ അവിടുത്തെ ഖൈറിന്റെ കിതാബിൽ എഴുതി വെക്കണല്ലാഹ്. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما.
اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലീനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണമല്ലോ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ഹർഫിന്റെയും ഓരോ അക്ഷരങ്ങളുടെ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സലാത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണമല്ലാഹ്. നൂറേ ഹബീബിന്റെ മുത്തുമണികളെ പാവങ്ങളാണ്, ഒരുപാട് വിഷമങ്ങളുള്ളവരാണ്, പ്രയാസങ്ങളുള്ളവരാ. എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്. എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ ഖൈർ നൽകണം അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണമല്ലാ. കൊടുത്ത മക്കളെ നീ ഹൈറിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ വീട്ടിൽ സമാധാനം നൽകണമല്ല, സന്തോഷം നൽകണമല്ല. എല്ലാ ബലാല മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണമല്ല. അല്ലാഹുവേ ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാ, ആധാരങ്ങളെ പണയം വെച്ചവരാ, സ്വർണ്ണാഭരണങ്ങളെ പണയം വെച്ചവരാ. അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട് റബ്ബേ. കടക്കാരനായി ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ, കടക്കാരനായി ഞങ്ങളെ മരിപ്പിക്കല്ല തമ്പുരാന്. രോഗം നിന്ന് പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളെ മാംസത്തിൽ വന്ന രോഗം നീ ശിഫയാക്കണല്ല, ഞങ്ങളെ ബ്ലഡിൽ വന്ന രോഗം നീ ശിഫയാക്കണല്ല, ഞങ്ങളെ നരമ്പിൽ വന്ന രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ ബലാല മുസീബത്തുകളെ തൊട്ട് കാക്കണല്ല അല്ലാ. പ്രവാചക പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണല്ല. വിശുദ്ധ ദിശയിൽ പോയവർക്ക് വിശ നൽകണേ അല്ലാ. അക്കാമില്ലാത്തവർക്ക് അക്കാമ നൽകണേ അല്ലാ. പ്രവാസികളുടെ ജനാദ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരുത്തല്ലോ റബ്ബേ. അല്ലാഹുവേ ഒരുപാട് പേര് ജോലി ഇല്ലാത്തതുകൊണ്ട് ജോലി നൽകണേ അല്ലാ. സാമ്പത്തിക പ്രയാസങ്ങൾ തരല്ല അല്ലാ, ധാരാളം സമ്പത്ത് നൽകണല്ലോ. കടങ്ങളെ വീട്ടിൽ കൊണ്ട് റബ്ബേ. എത്തിയ മക്കളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഒരുപാട് പേര് യൂട്യൂബിലൂടെ നീ പറയുന്നുണ്ട്, അവരെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണല്ല. ഒരുപാട് പേരുടെ മുന്നിലുണ്ട് റബ്ബേ. ഇവിടെ വന്നവർക്ക് എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേയല്ല. ഇവിടെ വന്നവരെ സങ്കടങ്ങൾ മാറ്റി കൊടുക്കണല്ല. തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് സന്തോഷ വാർത്ത പറയാൻ ഭാഗ്യം നൽകണമില്ല. ഇരിക്കുന്ന ഇരുത്തം വെറുതെയാക്കല്ല റബ്ബേ, ഇരിക്കുന്ന ഇരുത്തം വെറുതെയാക്കല്ല റബ്ബേ, ഇരിക്കുന്ന ഇരുത്തം വെറുതെയാക്കല്ല റബ്ബേ. ഒരുപാട് വിലപ്പെട്ട സമയമാണ് ഞങ്ങളെ വീടിന്റെ മുന്നിൽ ചിലവഴിക്കുന്നത്, വെറുതെയാക്കല്ല റബ്ബേ. എല്ലാവരുടെ വിഷമങ്ങളും മാറ്റി കൊടുക്കറബ്ബേ, എല്ലാ സങ്കടങ്ങളും മാറ്റി കൊടുക്കണല്ല. ഞങ്ങളെ മക്കളെ നന്നാക്കണല്ല, ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണല്ല, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണല്ല, ഞങ്ങളെ പേരമക്കളെ നന്നാക്കണല്ല. അവരെ പെണ്ണിനും കല്ലിനും കഞ്ചാവിനും ഫോണിനും അടിമകളാക്കല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെയും ഞങ്ങളെ നീ പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെടുത്തല്ല റബ്ബേ, പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെടുത്തല്ല റബ്ബേ. ഞങ്ങൾക്ക് സമാധാനം നൽകണമല്ല. മറ്റേ മക്കളെ സഹായിക്കുന്നവരുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരുണ്ട്. അല്ലാഹുവേ ധാരാളം സമ്പത്ത് നൽകണമല്ല. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ.
توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله صلاة الله. അവിടെ ഇരിക്കാൻ പറയ്. إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البدير يا الله. ഫതില് പറയാനുള്ള വന്നിട്ട് ഫതില് പറയാനുള്ള സ്വർണ്ണോ പൈസ എന്തെങ്കിലും ഉണ്ട്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് നൂറേ ഹബീബിനെ കാക്കണേ അല്ലാഹ് ഔസുൽവളമിന്റെ മദദ് നൽകല്ലാഹ് മടവൂർ ശൈഖുനയുടെ കാവലേകല്ലാഹ് നൂറേ ഹബീബിനെ കാക്കണേ അല്ലാഹ്. ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിന്റെ മണ്ണിൽ അന്തിവിശ്രമം കൊള്ളുന്ന ഔലിയാക്കളെ കുത്തുബാണ്. ഒരിക്കൽ പോലും കളവ് പറയാത്ത മഹാനാണ് ജീലാനി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ആണ്ടിന്റെ ദിവസമാണ് ഇന്ന്. അല്ലാഹു ബറക്കത്തുള്ള മജ്ലിസാക്കട്ടെ. ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് സന്തോഷം അല്ലാഹു നൽകട്ടെ, സമാധാനം അല്ലാഹു നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരമക്കളെ വീടിന്റെ മുന്നിൽ എത്ര സമയമാണോ ചെലവഴിക്കുന്നതെങ്കിൽ അത്ര സമയം നീ സങ്കടങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബറക്കത്ത്. ഫളിൽ പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? തള്ളി മെല്ലെ മെല്ലെ തള്ളി എന്താ ചെയ്യാ? അല്ലാഹു പൈസ തന്നു. ഇതായിരിക്കാം എന്നോട് സ്നേഹമൊന്നുമില്ല. 5000 എന്താ വിഷയം? എന്ത് മുറാദുണ്ടായിരുന്നു? എന്ത് മാഷാ അല്ലാഹ് കച്ചവടമൊക്കെ റാഹത്തായി അൽഹംദുലില്ലാഹ്. കച്ചവടം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ വന്നീനോ? ഇപ്പോഴും വരും. ഇടങ്ങേറാക്കുന്ന മത്സരം. അള്ളാഹു ബർക്കത്ത് കേട്ടെ കേട്ടെ. ഇനി അള്ളാഹു കച്ചവടം കൊടുക്കട്ടെ. ഇതൊന്നും അള്ളാഹു വെറുതെ ആക്കാതെ ഞാൻ വേമ്പ അമ്മ വരും വരും. സ്വർണങ്ങളുണ്ടോ? എന്ത് വിഷയം? ഇവിടെ വന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ വന്നീനോ? അൽഹംദുലില്ലാഹ് 16 കൊല്ലായി മക്കളുണ്ടായിരുന്നില്ലേ? രണ്ടാമത്തെ കുട്ടി 16 കൊല്ലത്തിന് ശേഷം ഇവിടെ വന്നിരുന്നു. രണ്ടാമത്തെ കുട്ടി 16 വർഷത്തിന് ശേഷം ഗർഭിണിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. സുഖപ്രസവം അല്ലാഹു കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ അങ്ങനത്തെ കാര്യം പറയാം. സ്ഥലം വെക്കാൻ സ്ഥലം വിറ്റു. നേരൊന്നുമില്ലല്ലോ. അതാണ് ആരെ കല്യാണം? നിങ്ങളെ കല്യാണം? മാഷാ അല്ലാഹ്. എവിടെയാണ് നിങ്ങള്? മാഷാന്റെ പെങ്ങള. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പണ്ട് അല്ലേ നമ്മൾ തൊട്ടിൽ പാലം നമുക്ക് മറക്കാൻ പറ്റാത്ത. പക്ഷെ തങ്ങളിപ്പാപ്പ അന്നൊന്നും ഇങ്ങനെ തന്നെ കേട്ടോ. അമ്മ ഇന്നും എനിക്കൊരു ഒഴിവില്ല. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. ഇനി എന്താണ് പറയുന്നത്? ഇതെന്താണ്? മാഷാ അല്ലാഹ്. ഇവിടെ വന്നീനോ? ഓന്റെ കല്യാണം ആർക്കും പൈസ എന്നോട് ആർക്കും സ്നേഹമില്ല. എല്ലാവരും കാര്യം ശരിയാകുന്നുണ്ടല്ലോ. അതൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മോന്റെ കല്യാണത്തിൽ കഴിഞ്ഞ റാഹത്ത്. ഇതായിരിക്കാം ഇത് അടുത്ത മക്കൾക്ക് കോഴിക്കോട് ഭാഗ്യം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും റാഹത്ത്. എല്ലാവർക്കും തട്ടിക്കേറിച്ചല്ലേ. ക്യാൻസർ രോഗം മാറിയില്ലേ? ഡോക്ടറെ കാണിച്ചോ? ഡോക്ടർ എന്തായിരുന്നു? ടെസ്റ്റ് ചെയ്തോ? ടെസ്റ്റ് ചെയ്തപ്പോ എന്തായിരുന്നു? രോഗമൊന്നുമില്ലായിരുന്നു. മാഷ് ഇവിടെ വന്നിരുന്നു താൽപ്പാപ്പാനത്ത് ഒന്നുമില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത്. ക്യാൻസർ രോഗമായിരുന്നു. അൽഹംദുലില്ലാഹ്. പ്രശ്നത്തിലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നു തിരിച്ച് ടെസ്റ്റ് ചെയ്തപ്പോ കുഴപ്പമൊന്നുമില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതായിരിക്കാം ബിൽഡിംഗ് വാടക കൊടുക്കാൻ ഇവിടെ വന്നിരുന്നു. ഇതായിരിക്കും പൈസ മക്കൾക്കാണ് ഓലെ ഭാഗ്യം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വാടക കൊടുത്തു. ഇനിയും കൊടുക്കാണ്ട് അല്ലാഹ് ഇൻഷാ അല്ലാഹ്.
അതൊക്കെ എനിക്ക് തീർച്ചയാക്കി ഞാനൊരു പാവാണ്. എല്ലാവർക്കും എനിക്കൊന്നും വേണ്ട, എത്തിയമാർക്ക് കൊടുത്താൽ മതി. ഞാൻ എത്തിയുമായി വന്നതാ. ഞാൻ പീഡക്കൊലായ്മൊക്കെ കടന്ന് ജീവിച്ച ആൾ. എന്തിനാ മുതൽ മനസ്സിലായി? മുതലും നമ്മുടെ അള്ളാഹു എത്തിയ മക്കൾ അള്ളാഹു കഴിച്ചിലാക്കട്ടെ. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഫضിലുള്ള അള്ളാഹു ഭാഗ്യം കേട്ടോ. എല്ലാവർക്കും ഒരു തക്ബീർ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നമ്മൾ അൽഹംദുലില്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് നമ്മൾ ആരൊക്കെ ഇതായിരിക്കാം നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലോ. 15,000 ഉറുപ്പിക അപ്പച്ചലാവാം. ഇതെന്തേന്ന് തരാനപ്പോ അൽഹംദുലില്ലാഹ്. മോന് ജോലി ഒന്നും ഉണ്ടായിരുന്നില്ല. ജോലി ശരിയായാലും തങ്ങളിപ്പാപ്പാൻ കൊടുക്കുന്നായിരുന്നു. അൽഹംദുലില്ലാഹ് ജോലി ശരിയായി 15,000 ഉറുപ്പിക എടുക്കാണ്. അള്ളാഹു ശമ്പളം കൂട്ടി വേറെ തീർച്ചയാക്കണ്ടേ. ഇൻഷാ അല്ലാഹ് എനിക്ക് കിട്ടിയാലോ എത്തി മക്കൾക്ക് പോകട്ടോ. അൽഹംദുലില്ലാഹ് 20 മക്കളെ കല്യാണാണ്. ഇന്നലെ ഞാന് സ്വർണം പറയും ഇതെന്താ പതിന് സ്ഥലം വാങ്ങാൻ അതേ കുറിച്ച്. പിന്നെ ഇന്നലെ ഞാൻ സ്വർണത്തിന് കണക്കൂട്ടി. ഒരു 3 പദം വെച്ച് കൊടുക്കാൻ 56 ലക്ഷം ഉറുപ്പിക വേണം. എത്ര? ഈ കല്യാണത്തിന് സ്വർണം മാത്രം 56 ലക്ഷം ഉറുപ്പിക വേണം. പക്ഷെ അറിയില്ല എന്താ കാറ്റാണ്. 56 ലക്ഷം ഉറുപ്പിക. 20 മക്കളെ കല്യാണാണ്. നൂറെ ഹബീബ് തങ്ങൾ ഇപ്പൊ 20 പാടെ കെട്ടിച്ചാല് ഇൻഷാ അല്ലാഹ് ഒരു 3 വർഷം കൊണ്ട് 92 മക്കളാവും. എത്ര? 92 മക്കളാവും. അപ്പൊ നൂറെ ഹബീബ് തങ്ങൾ 92 നോട്ട് ഔട്ടാണ്. സെഞ്ചുറി ഇൻഷാ അല്ലാഹ് പടുത്തടിക്കും. സച്ചിൻ തെണ്ടുൽക്കർ അടിക്കുന്ന സെഞ്ചുറി അല്ല കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ കൂടെ പറപ്പിങ്ങള് ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് അറിയോ ഇതുപോലെ ആളുകൾ പൈസ തന്നിട്ട് 72 മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ട് 72 മക്കള് 5, 3, 4 പവൻ സ്വർണം കൊടുത്തിട്ട്. മാത്രമല്ല 68 എത്തിയമക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. 68 എത്തിയമക്കൾക്ക് മാസം 5,000, 10,000 വെച്ച് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല 3.5 ഏക്കർ സ്ഥലം എത്തിയമക്കൾക്ക് വാങ്ങിയിട്ടുണ്ട് പാവങ്ങൾക്ക്. അത് മാത്രമല്ല 17 വീട് വെച്ചിട്ടുണ്ട്. ഒരുപാട് നന്മകൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. തന്നവർക്ക് അല്ലാഹു തരട്ടെ. ഒരു വാപ്പാന്റെ ഇത് പോയിട്ടും ഞാൻ നൂറെ ഹബീബ് തങ്ങളാണ്, ഞാൻ കുറെ ജീവക്കാരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, അതുകൊണ്ട് എന്നെ സഹായിക്കുന്ന ആരോട് പോയിട്ട് പറഞ്ഞിട്ടില്ല. വേണ്ടേ എനിക്ക് ചാക്കിലാണ് ആൾക്കാർ പൈസ കൊണ്ടല്ലേ. ചാക്കില് ഇപ്പൊ കുറച്ചായിട്ട് തേങ്ങയിട്ട ചാക്കില് തേങ്ങ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ കിട്ടുന്നതൊക്കെ നമ്മൾ കിട്ടുന്ന മുതൽ നമ്മൾ പരസ്യമായിട്ട് പറയണ്ടേ അല്ലേ? കാരണം എന്താ വെച്ചിട്ട് നമ്മൾ ജനങ്ങളെ പേടിപ്പിക്കല്ല വേണ്ട. അള്ളാഹനെ എന്ത് ചെയ്യണ്ടേ അല്ലെ? തങ്ങൾ കിട്ടുന്ന പൈസ ഇങ്ങനെ വിളിച്ചു പറയാണ്, അതുകൊണ്ടാണ് ശത്രുക്കൾ കൂടുതൽ. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് അതൊന്നും എന്തില്ല, ഒരു വിഷമമുള്ള കാര്യമില്ല. നമ്മൾ കിട്ടുന്നത് എന്ത് ചെയ്യും? നമ്മൾ കിട്ടുന്നത് പറയണ്ടേ?